അമ്മ പേരാണോ? എന്താ കുഞ്ഞേ, ആ നിനക്ക് തോന്നിയതായിരിക്കും. ആ അതാ, അല്ലാതൊരു വെറും പാവ നിന്നെ എങ്ങനെ പേടിപ്പിക്കുന്നത്? ഓ, ഈ കുഞ്ഞിന്റെ മനസ്സിൽ പേടി കൂടിയിരിക്ക. ഇനി ആ പാവയെ കണ്ട വീണ്ടും പേടിക്കും. അതുകൊണ്ട് ആ പാവയെ കൊണ്ട് കളഞ്ഞേക്കാം. ഇത് അവളുടെ പണിയായിരിക്കും, മുത്തിൻ്റെത്. അവളോടൊന്ന് ചോദിക്കാം. മുത്തേ, മുത്തേ ഇങ്ങ് വന്നേ ഒന്ന്. എന്താ അമ്മേ? എടി, ഈ പാവയെ നീ വീണ്ടും ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നോ? പിന്നെ അമ്മ ഇത് എവിടെയാ കളഞ്ഞേന്ന് പോലും എനിക്കറിയില്ല. പിന്നെങ്ങനെയാ അത് ഞാൻ എടുത്തോണ്ട് വരുന്നത്? അപ്പോൾ ഇത് പൊന്നൂൻ്റെ പണിയായിരിക്കും. അതിന് താത്തിക്ക് ഈ നടന്ന സംഭവങ്ങൾ അറിയാവോ? എന്തായാലും അവളോടൊന്ന് ചോദിച്ചു നോക്കാം. ശരി, വാ. ഡി പൊന്നു, നീയാണോ ഈ പാവയെ തട്ടി കട്ടൻ്റെ അടിയിലേക്ക് ഇട്ടത്? അത് ഞാൻ ഇവിടെ കിടക്കുന്ന കണ്ടപ്പോൾ തട്ടിയൊന്നും അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ഇവിടെ കിടന്നയോ? അതിന് ഞാൻ അതുകൊണ്ട് കളഞ്ഞല്ലേ. കളഞ്ഞതോ? ആ സംഭവങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. അമ്മേ, തത്തു പറഞ്ഞതിൽ എന്തോ സത്യം പോലെ തോന്നുന്നു എനിക്ക്. ആ, ഈ പാവയുടെ പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. അമ്മ ഇങ്ങോട്ടൊന്ന് തന്നേ. ഇതൊരു നമ്പറാണല്ലോ. എന്തായാലും നമുക്ക് നമ്പറിലോട്ടൊന്ന് കോൾ ചെയ്യാം. ആ, നീ പറഞ്ഞത് ശരിയാ. ഇതിലേക്ക് കോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ? ആ, കോൾ ചെയ്യാം. എവിടെ? ആ നമ്പർ ഇതാ. അമ്മ ഇതെവിടെ ഉണ്ടായിരുന്നു? എവിടെ പോയി? ഇതെങ്ങനെ വീണ്ടും ആ പാവയിൽ തന്നെ വന്നേ? അപ്പല്ലേ ഞാൻ പറഞ്ഞില്ലേ, തത്തു പറഞ്ഞതിൽ എന്തോ സത്യം ഉണ്ടെന്ന്. ആ, എന്തായാലും നമുക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഇത് നിന്റെ ടീച്ചറിന്റെ നമ്പറാണല്ലോ. എന്റെ ടീച്ചറിന്റെ നമ്പരോ? അമ്മ എന്തായാലും ഒന്ന് കോൾ ചെയ്ത് നോക്ക്. ഹലോ ടീച്ചറെ, ഞാനിപ്പോ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാ,
The next day. തത്തു മുത്തേ തത്തു മുത്തേ തത്തു മുത്തേ തത്തു മുത്തേ തത്തു മുത്തേ മുത്തേ ആ എന്താ താത്തി? ആ മാറ് തത്തു ആ. തത്തു മോളാ എന്താ താത്തി എന്താ? എടി അത് ഞാൻ ഒരു സ്വപ്നം കണ്ടു. താത്തി താത്തി ഏത് സ്വപ്ന കണ്ടത്? തത്തു തത്തു ആരുടെ കൂടെ കളിക്കുന്നത്? ആരാന്ന് എനിക്കറിയില്ല. മുഖം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. ആ സ്വപ്നം കണ്ട് ഞാൻ 2 മിനിറ്റിനുള്ളിൽ എഴുന്നേറ്റതേ ഉള്ളൂ. രണ്ടുപേര് ഒരേ സമയത്ത് ഒരേ സ്വപ്നം കാണുക എന്നുള്ളതില് എന്തോ യാഥാർത്ഥ്യമില്ലേ? അതാ പാവയുടെ പിറകിലെ പ്രശ്നമാണ്. അയ്യോ ഇവൾ എന്തിനാ കരയുന്നേ? ഇതെന്താ നിങ്ങൾ എന്നോട് പറയാറുന്നത് ഇത്രയും നേരമായിട്ടും? അത് ഉമ്മ പറഞ്ഞില്ലായിരുന്നോ താത്തിയത്? എന്നോട് ഇതുവരെ ആയിട്ടും ആരും പറഞ്ഞിട്ടില്ല. അല്ല, നീ അവസാനം പറഞ്ഞില്ലായിരുന്നോ അമ്മ കോൾ ചെയ്ത് നോക്കിയായിരുന്നെന്ന്? എന്നിട്ട് നിന്റെ ടീച്ചർ കോൾ ചെയ്തത് എന്താ പറഞ്ഞെന്ന് നീ ചോദിച്ചിരുന്നോ? അയ്യോ അത് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. എടി മന്ദബുദ്ധി, നീ എന്ത് പൊട്ടിയാ? അത് ചോദിച്ചിരുന്നെങ്കിൽ എന്തേലും തുമ്പം വാലും കിട്ടിയാനെ. അത് നമുക്ക് നാളെ രാവിലെ ചോദിക്കാം. ആ, ഞാൻ എന്തായാലും റൂമിലേക്ക് പോവുക. ഇന്നലെ രാത്രി നല്ലപോലെ ഉറക്കം കിട്ടിയിട്ടില്ല. ഇന്നെങ്കിലും നല്ലപോലെ പോയി കിടന്ന് ഉറങ്ങട്ടെ. അയ്യോ പാവ. അമ്മേ, എന്താടി, എന്തിനാ വിളിച്ചു പോകുന്നേ? എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അകത്തോട്ട് കയറുന്നതും കണ്ടു. പറ്റി അമ്മ ദേ നോക്കിയേ. ഇതെങ്ങനെ വീണ്ടും ഇവിടെ വന്നത്? അറിയില്ലമ്മ, ഞാൻ രാവിലെ എണ്ണിച്ചപ്പലേ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. തത്തു എവിടെ? അവള് താത്തേടുത്തെങ്ങാനും കാണും. ആ കാണും. പിന്നെ ഞാൻ ഒരു കല്യാണത്തിന് ഒരുങ്ങ. സാരി മാത്രമേ എടുത്തുള്ളൂ. അപ്പോഴാണ് നിന്റെ നിലവിളി കേട്ടത്. എന്തായാലും ഇത് എവിടുന്ന കിട്ടിയ? ഷെയ്ഡിന്റെ മുകളിൽ നിന്നല്ലേ? ഇത് അവിടെ തന്നെ കിടക്കട്ടെ. ഞാൻ പോയി ബാക്കിയും കൂടെ ഒരുങ്ങിട്ട് വരാം. താത്തേടുത്തൊന്ന് പോയി നോക്കാം. തത്തു അവിടെ കാണുമല്ലോ. താത്തി താത്തി
എന്തിനാ ഈ രാവിലെ തന്നെ വന്ന് വിളിക്കുന്നത്? ഇന്നലെ രാത്രി തന്നെ ഉറങ്ങാൻ പറ്റിയില്ല. മനുഷ്യന്ന് കിടന്ന് ഉറങ്ങട്ടെ. തത്തൂനെ ഇറക്കിട്ട് തത്തൂനെയോ? നീ എന്താ എന്നോട് കളിക്കുക? തത്തു അവിടെ എവിടെയും കാണും. ഞാൻ ഇപ്പൊ കഥ പറഞ്ഞതേ ഉള്ളൂ. എന്ത് കഷ്ടമാ നോക്കിയ തത്തൂനെ ഇറക്കി വിടാൻ രാവിലെ വന്ന് വിളിച്ചിട്ട്. തത്തു അവിടെ ഇല്ലേ? ആ, വേറെ എവിടെയെങ്കിലും. അയ്യോ, ഞാൻ ഇങ്ങനെ കത്തിന്റെ കിരി വന്ന അമ്മ ചേച്ചി. തത്തു തത്തു തത്തുമോളോ, മോളെ എന്ത് പറ്റി? പോട്ടെ കേട്ടോ, പോട്ടെ പോട്ടെ. അമ്മ, തത്തുന്റെ നില. തത്തു അമ്മ, തത്തു.